തിങ്കൾ പണ്ട് റമദാനിലെ 27 കാലിക്കറ്റില് പ്രത്യേകമായിട്ടും ആ ലൈലത്തുൽ ഖദറിലെ പ്രതീക്ഷത്തെ ആ ജാവുകു എല്ലാ ആൾമാരും ഗ്രൗണ്ടുക്ക് കുട്ടിയും പോയിട്ട് സലാത്ത് മജ്ലിസ് ആക്കരുത് കാണാ. ഇശാ നിസ്കരിച്ചാൽ പിന്നെ സ്റ്റാർട്ട് ആയെങ്കിൽ ഫജ്ർ തോളും അവിടെ ഇങ്ങനെ സലാത്ത് മജ്ലിസ് എത്തിക്കുന്ന ഉസ്താദുമാരെല്ലാരും സ്റ്റേജിലും വെച്ചിട്ട് സലാത്ത് ചൊല്ലോ. ലക്ഷക്കണക്കിലുള്ള ആൾമാർ പള്ളിയിൽ വെച്ചിട്ട് ഇബാദത്ത് ആക്കുന്നതിന് ബദല് ആ പ്രത്യേകമായിട്ടുള്ള നാൾ ഖുർആനിൽ ചൊന്നത് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ಅದು 1000 ತಿಂಗಳ ಕಾಟಿಯಾರ ಪೋರಿಸುಲ್ಲೆ ಜಾವೈ ತಿಕ್ರೆ ಚೊಂತು ಚೊಂದೆ ಆ ಜಾವುಗು പ്രത്യേകമായിട്ടും ആൾമാരെ ഗ്രൗണ്ടുക്ക് വിളിക്കുന്നതായ ഒരു അവസ്ഥ. അത് ഫുട്ബോൾ കളിക്കാൻ വിളിച്ചിരല്ല, ഗ്രൗണ്ടുകു കബഡി കളിക്കുകയും വിളിച്ചിരല്ല, ക്രിക്കറ്റ് കളിക്കുകയും വിളിച്ചിരല്ല. അവിടെ ഗ്രൗണ്ടുകു ദിക്റും സ്വലാത്തും ഖുർആനോദുക വിളിക്കറോ. ലക്ഷക്കണക്കിലെ ആൾമാർ ഉൾക്കൊള്ളുറോ. പള്ളി എവിടെ മൗലവി? എവിടെ ഒന്ന് കാട്ട്. ഞങ്ങളുടെ രായത്തില് 1 ലാഖ് ആൾമാർ ദച്ചിത്ത് ദിക്റ് ചൊല്ലൊക്കെ നിസ്കരിക്കുള്ള സൗകര്യമുള്ള പള്ളി ഇവിടെ ഉണ്ടാ? എവിടെ ഉള്ളേ? അപ്പൊ ആ പള്ളിയിൽ പിടിക്കിറത്ര ആൾമാർ പള്ളിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ആൾമാർ ഗ്രൗണ്ടിൽ തയ്ക്കിടാറ് അവിടെ. പിന്നെന്താക്കിടോ? പിന്നെ എന്റെ പള്ളിയിൽ വെള്ളിയാസരണ്ട് ജുമാക്ക് ഫുള്ളായെങ്കിൽ ബാക്കി ബാക്കി ആൾമാർ എവിടെ തയ്ക്കറോ? പുറത്ത് ഗ്രൗണ്ടിലല്ലേ, ജാലല്ലേ. പള്ളി ഫുള്ളായാൽ പിന്നെ പുറത്ത് തയ്ക്കാണ്ട് പിന്നെ എവിടെ തയ്ക്കറോ? അപ്പൊ ആ മലപ്പുറത്ത് ഖലീൽ തങ്ങളുടെ സ്ഥാപനത്തിലുള്ള പള്ളി, ആ പള്ളിയിൽ 27ാമത്തെ രാത്രി സുബ്ഹി വരെ ഇബാദത്തെടുക്കുന്ന പരിപാടിയുണ്ട്. അത് ക്രിക്കറ്റ് കളിക്കാനല്ല, കബഡി കളിക്കാനല്ല, സുബ്ഹി വരെ വ്യത്യസ്തമായ ഇബാദത്തുകളാണ്. അവിടെ യാസീൻ ഓതാനുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുണ്ട്, സ്വലാത്തുണ്ട്, ഒരുപാട് ദിക്റുണ്ട്, അതുപോലെ തഹജ്ജുദ് നിസ്കാരമുണ്ട്, അതുപോലെ തന്നെ തറാവീ നിസ്കാരം, വിത്ർ നിസ്കാരം, അങ്ങനെ ഒരുപാട് നിസ്കാരങ്ങളും ദിക്റും സ്വലാത്തും ഖുർആനോത്തും അതുപോലെ ഇൽമിന്റെ സദസ്സുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന പോരിശയാക്കപ്പെട്ട മജ്ലിസ. അല്ലാതെ കബഡി കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ അല്ല ഇവിടെ വിളിച്ചത്. ഇത് ശരിയല്ല, അത് ശരിയായി തിക്കട്. ഇങ്ങനെ ഒരു മജ്ലിസ് സ്വഹാബത്ത് ഉണ്ടാക്കിയിട്ടില്ല. മജ്ലിസ് സ്വഹാബത്ത് സമ്മേളനം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ഇവിടെ ആക്കിയ പോലത്തെ സമ്മേളനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാക്കിയിട്ടില്ല. അത് കാട്ട്. ഇങ്ങനത്തെ ഒരു മജ്ലിസ് ഉലമാക്കന്മാർ ഉണ്ടാക്കിയിട്ടില്ല. ആക്കിരാറ് അങ്ങ് ഉലമാക്കളായി തിക്കിടാറ്. ഉലമാക്കളെമേ ആക്കിയോണ്ടുള്ളേ. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിട്ടും സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടായി അതുകൊണ്ടത്തേ ഞങ്ങൾ പോയോണ്ടുള്ളേ. ഇനി മനസ്സിലാക്കുക, പുതിയതായിട്ട് മനസ്സിലാക്കുക ഒന്നുമില്ല, എല്ലാം പോയിട്ടുള്ള. നിങ്ങക്ക് നഞ്ചാവിടേക്ക് ഞങ്ങൾ എന്താക്കടോ മൂത്തൂബി കയ്യിലിക്കും അത്ര നിങ്ങളിട്ട് ചൊല്ലുകൊള്ളേ. അടുത്തേ ഞങ്ങളെ റായത്തില് സുന്നി സഹോദരന്മാരുള്ള പള്ളിയില് നിസ്കാരത്തിൽ പിന്നെ 10 ബട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൊരു ഇതുണ്ട്. ഇത് എവിടെ വന്നോ? ഇതൊരു 20 വർഷം മുതൽ ഇന്ത ഇത് ഈ ഇവിടെ 10, 50 വർഷം 70 വർഷമായ ബൈസരങ്ങളില്ലേ നിങ്ങളെ പള്ളിയിലില്ലേ? 20 വർഷം പിന്നെ തുടങ്ങിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇയാൾ എവിടെ വന്നരേ? ഉഗാണ്ടത്തെ വന്നിരമാ? 10-20 വർഷമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു. എവിടെമാ ഉഗാണ്ടത്തെ ഈ മൗലവിരെ കൂമന്നിരി? ഇതിലൊട്ടിಗೆ ಇದರ ವಿಷಯത്തിൽ ഈ കെ സമസ്തത്തിൽപ്പെട്ട ഒരാളിലൊട്ടിಗೆ അങ്ങനെ ഒരു സഹോദര കേക്കറോ ഉസ്താദ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ 10 ബട്ട ചൊല്ലത് ഇതെന്തോ ഇത് എപ്പ ബന്ധു ഇത് കിതാബിലൊന്നും കാണില്ലല്ലേ? അത് കയാള് ഒരു കൂസലില്ലാണ്ട് ഒരു ജംഗ്യമില്ലാണ്ട് ചൊല്ലോ. അത് തുടങ്ങിയ ഏപി രംഗായിട്ടിക്കണല്ലേ അത് കേക്കറോ? അത് ഏപി രംഗ തുടങ്ങി അങ്ങ് 7 ആക്കിയപ്പോൾ അങ്ങ് 10 ആക്കിയാണ്. പച്ചകളവ് ചൊല്ലേ. ഏപി രംഗ തുടങ്ങിയതുമല്ല, ഈ രംഗ തുടങ്ങിയതുമല്ല. ഇത് ഹദീസുള്ളത്. നിന്റെ കണ്ണ് പൊട്ടി ഇങ്ങനെ അങ്ങെന്താക്കടോ? നിന്റെ കണ്ണ് കണ്ടില്ല അങ്ങെന്താക്കടോ? ഇത് ഇമാം തിർമിദി റളിയല്ലാഹുവിന്റെ അവിടുത്തെ സുനൻ തിർമിദി, അതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയിട് ഫഇദാ സ്വല്ലൈതും നിങ്ങൾ നിസ്കരിച്ചാൽ ഫഖൂലു സുബ്ഹാനല്ലാഹി 33 മറ 33 വട്ടം ലാ സുബ്ഹാനല്ലാഹ് എന്ന് പറയൂ. വൽഹംദുലില്ലാഹി 33 മറ 33 വട്ടം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലൂ.
വല്ലാഹു അക്ബർ 34 മറ, അല്ലാഹു അക്ബർ എന്ന് 34 വട്ടം ചൊല്ലൂ. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ. 10 മറ, 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലൂ. ഫഇന്നകും തുദ്രികൂന ബിഹി മൻ സബഖകും വലാ യസ്ബിഖുകും മൻ ബഅദകും. ഇങ്ങനെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ മുൻഗാമികൾ ചെയ്ത അമലിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. അപ്പൊ 33 വട്ടം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബർ 34 വട്ടവും 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. സുനൻ തിർമിദിയിൽ തന്നെ കാണാം അതിന്റെ 410 നമ്പർ ഹദീസ്. അതുപോലെ ഇമാം നസായിയുടെ സുനന്, ആ സുനലും ഇത് കാണാം. അതിന്റെ 341 പേജില് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. 1349 നമ്പർ ഹദീസായി ഇമാം നസായി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അപ്പൊ ഹദീസിലുള്ളതാണ് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോന്ന്. ഈ മൗലവി വന്നിട്ട് പറയാം 20 കൊല്ലം അതിനേറ്റുള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ. ഏത് ഗുഹയിലുണ്ടായിരുന്ന അല്ലാഹു അലമീ മനുഷ്യൻ. അതിനടുത്ത് എന്തായെങ്കിലും 33 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു. അസ്തഗ്ഫിറുല്ലാഹ് 1433 വട്ടം ചൊല്ല്. ഇങ്ങനെ ആൾമാരെ ബെർദുകും അങ്ങനെ ടൈമിന് വേസ്റ്റ് ആക്കുക. ഇങ്ങനെ കണക്ക് ചൊന്തു കൊടുക്കുന്നതായോ ഈ സമുദായ. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നത് വേസ്റ്റ് ആണ് പോലും. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നത് വേസ്റ്റാണ്. ഈ മൗലൈമാർക്ക് ദീൻ എന്താണെന്ന് തിരിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ ചില ഉദാഹരണങ്ങളൊക്കെ പറയലുണ്ട്. ഇവരുടെ ചതി നിങ്ങൾ മനസ്സിലാക്കണം. നിസ്കാരം 4 റക്അത്തല്ലേ? അതെ, ളുഹ്ർ നിസ്കാരം. എന്നാ സുജൂദ് ഓരോ റക്അത്തിലും 2 അല്ലേ? അതെ. സുജൂദ് നല്ല കാര്യല്ലേ? നോക്കൂ, അപ്പൊ ഒരു 3 സുജൂദാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതുപോലെ നല്ലത് എന്ന് വിചാരിച്ച് നമുക്കൊന്നും ചേർക്കാൻ പറ്റൂല. ഇതാണ് മൗലവിമാരെ കണ്ടുപിടുത്തം. സുബഹി നിസ്കാരം 3 റക്അത്താക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ നല്ലത് എന്ന് വിചാരിച്ച് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. എടോ, ഇസ്ലാം എന്താണെന്ന് നിനക്ക് തിരിഞ്ഞിനോ? ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണോ? ഇസ്ലാമിലെ കർമ്മങ്ങൾ 2 വിധത്തിലുണ്ട്. ഒന്ന് മുഖയ്യദും മുഹദ്ദദുമായ ഇബാദത്തുകൾ. ളുഹ്ർ നിസ്കാരം 4 റക്അത്ത് തന്നെ, അതിൽ ഏറ്റാനും ഇല്ല കുറക്കാനും പറ്റൂല. അതിൽ റുക്കൂയില് ദിക്റിന്റെ എണ്ണമുണ്ട് 1 മുതൽക്ക് 11 വരെ. 1 മുതൽക്ക് 11 വരെ ദിക്ർ ചൊല്ലാം. സുജൂദില് 1 മുതൽക്ക് 11 വരെ. അതുപോലെ ഫാത്തിഹ നൃത്തത്തിൽ ഓതണം, അത്തഹിയ്യാത്ത് ഇരുത്തത്തിൽ ഓതണം. ഫാത്തിഹ ഇരുന്നിട്ടും പറ്റൂല, അത്തഹിയ്യാത്തിലും പറ്റൂല, അത്തഹിയ്യാത്ത് നൃത്തത്തിലും പറ്റൂല. അങ്ങനെ അതിന് ഫിക്സായ ക്രമമുണ്ട്, എണ്ണമുണ്ട്, രൂപമുണ്ട്. റമളാന്റെ നോമ്പ് അത് റമളാനിലേ പറ്റുള്ളൂ, അല്ലാത്ത സമയത്ത് റമളാന്റെ നോമ്പ് പറ്റൂല, കളാ വീട്ട, അത് വേറെ വിഷയം. ഇങ്ങനെ അതിന് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ എണ്ണങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഇബാദത്തുകളുണ്ട്. നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് 1 വട്ടമാണ്. അത് അത്തഹിയ്യാത്തിൽ തന്നെ ചൊല്ലണം, അത് നൃത്തത്തിൽ പറ്റൂല. എന്നാ അതിന്റെ അർത്ഥം ബാക്കി അല്ലാത്ത സമയത്ത് 1 സലാത്തേ ചെല്ലാൻ പാടുള്ളൂ എന്നാണോ അതിന്റെ അർത്ഥം? സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന ദിക്ർ അത് 11 അല്ലെങ്കിൽ 3 നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ നിസ്കാരം അല്ലാത്തപ്പോ അത് 11 മാത്രമേ ചെല്ലാൻ പാടുള്ളൂ എന്നാണോ അർത്ഥം? നിസ്കാരമല്ലാത്തപ്പോ അവനിക്ക് 50 ചെല്ലാം, 100 ചെല്ലാം, 200 ചെല്ലാം, 1000 ചൊല്ലാം, എത്ര വേണമെങ്കിലും ചൊല്ലാം. അങ്ങനെ മുർസലായ ഒരു ഫിക്സായ എണ്ണമില്ലാത്ത നിലക്ക്, സമയമില്ലാത്ത നിലക്ക് നമുക്ക് ഇഷ്ടം പോലെ ചെല്ലാൻ പറ്റുന്ന ഇബാദത്തുകളും ഇസ്ലാമിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ എത്ര വേണമെങ്കിലും ചൊല്ലാം. 1000 ചൊല്ലാം, 10000 ചൊല്ലാം, കടന്നിട്ട് ചൊല്ലാം, 200 ചൊല്ലാം, നടക്കുമ്പോഴും ചൊല്ലാം. അതിനു വേണ്ടി പ്രത്യേക സമയം നമുക്ക് നിശ്ചയിക്കാൻ അധികാരമുണ്ടോ? അങ്ങനെ ഒരു നിശ്ചിതമല്ലാത്ത
നിശ്ചിത സമയം നിശ്ചയിക്കപ്പെടാത്ത, എണ്ണം നിശ്ചയിക്കപ്പെടാത്ത ഒരു കർമ്മത്തിനിക്ക് നമ്മുടെ വകയായി സമയം നിശ്ചയിക്കാൻ പറ്റും. യാതൊരു കുഴപ്പം അതിനില്ല, അതിന് തെറ്റൂല. അങ്ങനെയുള്ള കർമ്മങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ, അയാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് ഞായറാഴ്ച മാത്രമേ ഒഴിവുള്ളൂ. അല്ലാത്ത ദിവസം അദ്ദേഹത്തിന് ഒരു ദിക്റ് ചൊല്ലാനോ ഖുർആൻ ഓതാനോ സമയം കിട്ടുന്നില്ല. ഞായറാഴ്ച ദിവസം അദ്ദേഹത്തിന്റെ ലീവ് ദിവസമാണ്. അപ്പൊ അയാൾ തീരുമാനിച്ചു, എനിക്ക് എല്ലാ ഞായറാഴ്ചയല്ലേ ഒരു ഒഴിവ്, അതുകൊണ്ട് എനിക്ക് അന്ന് ഒരു 100 സ്വലാത്ത് ചൊല്ലണം, അല്ലെങ്കിൽ ഒരു 300 സ്വലാത്ത് ചൊല്ലണം, ഒരു 500 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്ന് അയാൾക്ക് തീരുമാനിക്കാമോ? അയാൾക്ക് തീരുമാനിക്കാം. അയാൾക്ക് 500 തീരുമാനിക്കാം, 1000 തീരുമാനിക്കാം. അയാൾക്ക് ഇഷ്ടമുള്ളത്ര നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇസ്ലാം വിരോധിക്കുന്നില്ല. ഇങ്ങനെ എണ്ണം നിശ്ചയിക്കപ്പെടാത്ത, പ്രത്യേകമായി സമയം നിശ്ചയിക്കപ്പെടാത്ത കർമ്മങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിലുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് അതും ഇതും രണ്ടാ. ഇത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള തലച്ചോറ് തലയിൽ വേണം. അതില്ലാത്തത് കൊണ്ടാ ഈ നിലക്കുള്ള വിവരക്കേട് പറയുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മക്കളോട് പറയുന്നു, മക്കളെ, നിങ്ങൾ രാവിലെ എണീച്ച ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോ? അത് ഹദീസിൽ വന്നതാ? അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് ഹദീസിലുണ്ട്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് ഒരു 100 എന്ന എണ്ണം എനിക്ക് നിശ്ചയിക്കാമോ? എനിക്ക് നിശ്ചയിക്കാം. അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിന് സമയം നിശ്ചയിക്കാമോ? നമുക്ക് നിശ്ചയിക്കാം. അത് പ്രത്യേകം അത്ര എണ്ണം ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന വിശ്വാസത്തിലല്ല, എൻ്റെ സൗകര്യത്തിന് വേണ്ടി മാത്രമേ അത്ര നിശ്ചയിക്കുന്നുള്ളൂ. അതിന് സമയം നിശ്ചയിക്കാം എനിക്ക്, പക്ഷെ ആ സമയത്ത് പ്രത്യേക സുന്നത്തുണ്ട് എന്ന വിശ്വാസം ഉണ്ടായിക്കൂടാ. അത്രേ ഉള്ളൂ. ഇത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മൗലവിമാർ പഴിച്ചു പോകുന്നത്.